നമസ്തേ. ഉണ്ണിക്കണ്ണനെയും വില്ലുമംഗലത്തെയും കുറിച്ചുള്ള അതിമനോഹരമായ കഥയുടെ 6ാമത്തെ ഭാഗമാണ് പറയുന്നത്. ഭക്തകവി പൂന്താനത്തിനും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനും അർഹമായ അംഗീകാരം കിട്ടിയതിന് കാരണം അവരെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നുവെന്നതാണ്. 13ാം നൂറ്റാണ്ടിൽ പറവൂർ പുത്തൻചിറയിൽ ജീവിച്ചിരുന്നുവെന്ന് കരുതുന്ന ശ്രീ വില്ലുമംഗലം സ്വാമിയാരെക്കുറിച്ച് യാതൊരു പഠനവും ഇന്നേ വരെ നടന്നിട്ടില്ല. അക്കമിട്ട് നികത്താൻ തെളിവുകൾ കിട്ടാതെ പോയതാണ് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ ആരും മുന്നോട്ട് വരാത്തതിൻ്റെ കാരണവും. തൃശൂർ പുത്തൻചിറ തെക്കുംമുറി ദേശത്ത് 13ാം നൂറ്റാണ്ടിൽ ശ്രീ വില്ലുമംഗലം സ്വാമിയാർ ജീവിച്ചിരുന്നതായി മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രം 1ാം വാള്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5ാമത്തെ ഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത് ഭഗവാൻ വില്ലുമംഗല സ്വാമിയാരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചില ലീലകൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഉണ്ണിയുടെ കാൽത്തളനാദം നിലച്ചതോടെ ആ പ്രദേശമാകെ ഇരുട്ടു മൂടിപ്പോയി. ഉണ്ണി ഉപേക്ഷിച്ചു പോയ നാട് തനിക്ക് എന്തിനാണ്? ഇനി ഈ നാട്ടിലേക്ക് ഒരു തിരിച്ചുവരവില്ല. പോകാൻ തന്നെ തീരുമാനിച്ചു. വില്ലുമംഗലത്തിന് സ്വന്തമെന്ന് പറയാൻ തന്നെ ആരുമില്ല. കുറച്ചടുപ്പമുണ്ടായിരുന്നത് മേച്ചേരി മനക്കാരോടും വില്ലുമംഗലത്ത് കളരിക്കുറുപ്പിനോടും മാത്രമാണ്. അപ്പോൾ സ്വത്തെല്ലാം മേച്ചേരി മനക്കാർക്ക് ഇഷ്ടദാനമായി കൊടുത്തു. കളരിക്കുറുപ്പിന് 4 ആൾ അറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യനാകാനുള്ള അനുഗ്രഹവും കൊടുത്തുകൊണ്ട് ഉണ്ണിയെ മനസ്സിൽ ധ്യാനിച്ച് അനന്തൻകാട് ലക്ഷ്യമാക്കി വില്ലുമംഗലം സ്വാമിയാർ ദേശാടനത്തിനിറങ്ങി. അങ്ങനെ നാടും വീടും ഉപേക്ഷിച്ച് ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര. മുന്നിൽ കണ്ട ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി. ദിനരാത്രങ്ങൾ ഏറെ കടന്നുപോയി. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അനന്തൻകാട് തേടിയുള്ള യാത്രക്കിടയിൽ ഒരു ത്രിസന്ധ്യ നേരത്ത് വില്ലുമംഗലം സ്വാമിയാർ ഒരു മലയുടെ അടിവാരത്തിൽ എത്തിച്ചേർന്നു. മുന്നിൽ ഘോര വനാന്തരം. അപ്പോൾ കനത്ത ഇരുട്ടിൽ മുന്നോട്ടുള്ള യാത്ര അസാധ്യം. ക്ഷീണമകറ്റാൻ കാലത്ത് മുതലുള്ള യാത്രക്കിടയിൽ ഒരു ക്ഷേത്രമോ മനയോ കണ്ടെത്തിയില്ല. അപ്പോൾ വഴി ചോദിക്കാൻ പോലും ഒരാളില്ല. അടുത്തെങ്ങും വീടുകളും കാണാനില്ല. വഴി എവിടേക്ക് തിരിയണമെന്നറിയാതെ ചുറ്റും പകച്ചു നോക്കുമ്പോൾ കുറച്ചകലെ ഒരു കൊച്ചു കുടിലിൻ്റെ മുന്നിൽ ഇങ്ങനെ അരണ്ട വിളക്കിൻ്റെ പ്രകാശം കണ്ടു. അപ്പോൾ ആ കരിന്തിരി പ്രകാശം ലക്ഷ്യമാക്കി തപ്പിത്തടഞ്ഞുള്ള യാത്രക്കിടയിൽ ചിതറിത്തെറിച്ച് വീണ വാക്കുകൾ കേട്ട് വില്ലുമംഗലം സ്വാമിയാർ കോരിത്തെറിച്ച് നിന്നു. എടാ ക്രാത്ത, മിണ്ടാതിരുന്നോ? കുറുമ്പെടുത്താൽ നിന്നെ ഞാൻ ആ അനന്തൻ കാട്ടിലേക്ക് എറിയും. അപ്പോൾ വിശന്നു കരയുന്ന കുഞ്ഞിനോടുള്ള അമ്മയുടെ ഭീഷണി. അനന്തൻകാട് എന്ന വാക്കു കേട്ട് കോരിത്തെറിച്ച വില്ലുമംഗലം അനിർവചനീയമായ സന്തോഷത്തോടെ ആ കുടിലിൻ്റെ മുറ്റത്തേക്ക് പറന്നെത്തി. എന്നിട്ട് പറയാണ്, അമ്മേ, ഇപ്പോൾ പറഞ്ഞില്ലേ അനന്തൻകാടിനെ കുറിച്ച്? ഏതാണ് ഈ അനന്തൻകാട്? എനിക്കൊന്ന് വഴി കാണിച്ച് തരിക. അപ്പോൾ ചിമ്മിനി വിളക്കിൻ്റെ അരണ്ട പ്രകാശത്തിൽ സ്വാമിയാരുടെ മുഖം തെളിഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞു, ദാ കാണണതാ സ്വാമി അനന്തൻകാട്. വിശന്നു കരയുന്ന കുഞ്ഞിനെ ഒക്കിലെടുത്ത് ഘോരാന്ധകാരത്തിലേക്ക് വിരൽ ചൂണ്ടി നിന്നപ്പോൾ ഈ നിമിഷം തന്നെ അനന്തൻകാട്ടിലേക്ക് കടക്കാൻ തനിക്ക് കഴിയില്ലല്ലോ എന്ന ദുഃഖത്തോടെ സ്വാമിയാർ തളർന്ന് താഴെ ഇരുന്നു പോയി. ഈ രാത്രി എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടാനായി മനന്നൊന്ന് പ്രാർത്ഥിച്ചു. ഏറെ നാളായി തുടരുന്ന സ്വാമിയാരുടെ യാത്ര അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അനന്തൻകാടിൻ്റെ കവാടത്തിൽ ഇങ്ങനെ പുലരി വന്ന് വാതിൽ തുറക്കുന്നതും കാത്ത് വില്ലുമംഗലം സ്വാമിയാർ ഉറക്കമിളച്ചിരുന്നു. 7 ജന്മം കൊണ്ട് അനുഭവിച്ചു തീർക്കേണ്ട വേദന മുഴുവൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അനുഭവിച്ച് തീർത്തു കഴിഞ്ഞു. വിശപ്പും ദാഹവും എല്ലാം അദ്ദേഹം എന്നേ മറന്നു കഴിഞ്ഞു. അപ്പോൾ ആ രാത്രി മുഴുവൻ സ്വാമിയാർ ഏകാഗ്ര ധ്യാനത്തിലായിരുന്നു. പുലരിയോടൊപ്പം വില്ലുമംഗലം സ്വാമിയാർ അനന്തൻകാട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. കളകളം പാടുന്ന കിളികൾ, മുന്നിൽ വന്ന് നൃത്തം ചെയ്യുന്ന മയിലുകൾ, സൗമ്യതയോടെ വഴിമാറുന്ന ആനയും പുലിയും കരടിയും സിംഹവും, എങ്ങും പൂക്കളുടെ സുഗന്ധം. മഹാത്ഭുതങ്ങളുടെ നടുവിലൂടെ വില്ലുമംഗലം നടന്നു നീങ്ങുമ്പോൾ മുന്നിൽ ഭഗവാൻ, അനന്തശായിയായ സാക്ഷാൽ മഹാവിഷ്ണു പുഞ്ചിരി തൂകി ചരിഞ്ഞ് തലയ്ക്ക് കൈ കൊടുത്ത് കിടക്കുന്നു. അരികിൽ മഹാലക്ഷ്മിയുമുണ്ട്. ത്രികാലജ്ഞാനിയായ ദേവർഷി നാരദരും സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനും ത്രൈലോക്യവന്ദ്യനായ ശ്രീ ഹനുമാനുമുണ്ട്. വില്ലുമംഗലം ഭക്തി പാരവശ്യത്തോടെ എല്ലാം മറന്ന് ആ തൃപ്പാദങ്ങളിൽ വീണിങ്ങനെ കിടന്ന് പൊട്ടിക്കരയുകയാണ്. മനസ്സറിയാതെ ചെയ്തു പോയ മഹാ അപരാധങ്ങൾക്ക് മാപ്പപേക്ഷിച്ച് കരഞ്ഞ് കണ്ണീർ വാർത്തു. അപ്പോൾ മനസ്സൊന്നയഞ്ഞപ്പോൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്ന് മുഖമുയർത്തി കണ്ണുകൾ തുടച്ചു നോക്കുമ്പോൾ മറ്റൊരു മഹാത്ഭുതം കൂടി. മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് ബാലഗോപാലൻ, ഏറെ നാൾ മുമ്പ് തന്നോട് പിണങ്ങി പാറമേൽ തൃക്കോവിലിൻ്റെ പടി ഇറങ്ങിപ്പോയ അതേ ബാലഗോപാലൻ. ഭഗവാനെ, കണ്ണ, മാപ്പാക്കണേ കണ്ണ. വില്ലുമംഗലം സ്വാമിയാർ അമ്പാടിക്കണ്ണനെ കൺകുളിർക്കെ കണ്ട് കോരിത്തെരിച്ചു നിന്നു. കൺമുമ്പിൽ നിന്ന് മറഞ്ഞിട്ടും മനസ്സിൽ പ്രതിഷ്ഠിച്ച് തേടി നടന്ന കണ്ണൻ്റെ രൂപം
വില്യമംഗലം, നല്ല വിശപ്പുണ്ട്, എന്താ എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? കണ്ണൻ്റെ കിളിക്കൊഞ്ചൽ കേട്ട് സ്വാമിയാർ ഭണ്ഡാരക്കെട്ടിനുള്ളിൽ തപ്പി നോക്കി. ഒന്നുമില്ലല്ലോ ഭഗവാനെ. ഭഗവാനെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും കരുതേണ്ടതായിരുന്നു. ഒക്കെ അങ്ങോട്ട് മറന്നു. ഇപ്പോ എന്താ ചെയ്യുക? എൻ്റെ കണ്ണാ, കണ്ണന് തരാൻ ഒന്നുമില്ലല്ലോ എൻ്റെ കയ്യിൽ. അടുത്ത നിമിഷത്തിൽ വില്വമംഗലം സ്വാമിയാർ തിരിഞ്ഞോടി. അപ്പോൾ വഴി പറഞ്ഞു കൊടുത്ത പറയക്കുടിലിൻ്റെ മുറ്റത്തേക്ക് അന്നന്ന് കിട്ടുന്ന നെല്ല് പുഴുങ്ങി വറുത്ത് കുത്തി അടുപ്പത്തിട്ട് വേവിച്ച് കഞ്ഞിയാക്കി വേണം വിശന്നു കരയുന്ന കുഞ്ഞുങ്ങൾക്ക് വിളമ്പിക്കൊടുക്കാൻ. അപ്പോൾ മെതിച്ച് കുടഞ്ഞിട്ട പിടിത്താളയിൽ നിന്ന് ഒരു പിടി നെല്ല് ഇങ്ങനെ വില്വമംഗലം ചോദിച്ചു വാങ്ങി. എന്നിട്ട് നെല്ല് വേഗത്തിൽ കൈകൊണ്ട് കിള്ളിപ്പൊളിച്ച് അരിയാക്കി. അതിനുശേഷം പാത്രങ്ങളൊന്നുമില്ല. കയ്യിൽ കിട്ടിയത് ഒരു കണ്ണൻ ചിരട്ടയാണ്. ആ കുടിലിൽ നിന്ന് തന്നെ കുറച്ച് തീ വാങ്ങി 3 കല്ലെടുത്ത് വെച്ച് ഒരടുപ്പ് കൂട്ടി കത്തിച്ച് നിവേദ്യമൊരുക്കി. അപ്പോൾ മുന്നിൽ കണ്ട ചക്കരമാവിൽ നിന്ന് 2 കണ്ണിമാങ്ങയും പറിച്ചെടുത്തു. എന്നിട്ട് ചതച്ച് കണ്ണന് സമർപ്പിച്ചു. ഭഗവാന്റെ മനസ്സും വയറു നിറഞ്ഞു. ഭഗവാനെ കാണാതെ ഭക്തനും ഭക്തനെ കാണാതെ ഭഗവാനും ഇത്രയും നാൾ ആദിയിലായിരുന്നുവല്ലോ. അവരുടെ അത്യഗാധമായ സ്നേഹവായ്പ കണ്ട് മഹാലക്ഷ്മിയുടെ മനം കുളിർത്തു. ഭഗവാനെ, ഇത്രയും നല്ലൊരു സ്വാമി ഭക്തനെ എന്തിനാണ് ഇങ്ങനെ കടുത്ത പരീക്ഷണങ്ങൾ കൊണ്ടു വലച്ചത്? ഭഗവാനെ കാണാതെ ആ പാവം എത്ര കഷ്ടപ്പാടാണ് അനുഭവിച്ചത്. ലക്ഷ്മി ദേവിയുടെ ചോദ്യത്തിന് മറുപടിയായി ഭഗവാൻ പറഞ്ഞു, ഇത് വിധിയാണ് ദേവി. വിധി വിധാനങ്ങളെ ഇല്ലാതാക്കാൻ നമുക്കാവില്ല. ഇതൊക്കെ അനുഭവിച്ചു തീർക്കാൻ വില്വമംഗലം വിധിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ മറുപടിയിൽ തൃപ്തിയായ ദേവി പിന്നെ ഒന്നും ചോദിച്ചില്ല. മനസ്സ് തുറന്ന് വില്വമംഗലത്തിൻ്റെ വിശപ്പും ദാഹവും ക്ഷീണവും അകറ്റി ശക്തിയും ഉണർവും കൊടുത്തു. കണ്ണൻ്റെ ദർശനവും സ്പർശനവുമേറ്റ് വില്വമംഗലം വളരെ ആഹ്ലാദഭരിതനായി തീർന്നു. വില്വമംഗലം ഭഗവാനെ പുത്തൻചിറയിലേക്ക് തിരിച്ചു വിളിച്ചില്ല. കാരണം ഭഗവാനോടൊപ്പം വില്വമംഗലവും ആ നാടുപേക്ഷിച്ച് പോന്നതാണല്ലോ. ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊത്ത് കഴിയട്ടെ എന്ന് വില്വമംഗലവും കരുതി കാണും. ഭഗവാന്റെ പാദകമലങ്ങളിൽ വീണ് നമസ്കരിച്ച് നിറമിഴികളോടെ യാത്ര പറഞ്ഞ് മുന്നോട്ട് നടക്കാനാഞ്ഞപ്പോൾ വില്വമംഗലത്തിൻ്റെ 2 കൈകളും കൂട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് കൊണ്ട് കണ്ണൻ പറഞ്ഞു, വില്വമംഗലത്തിന് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ അവിടെ എത്തും. ഭഗവത് ദർശനം കൊണ്ടും സ്പർശനം കൊണ്ടും സാഫല്യം നേടിയ വില്വമംഗലം സ്വാമിയാർ ഭഗവാന്റെ അനുവാദത്തോടെ ദേശാടനത്തിനിറങ്ങി തിരിച്ചു. ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രയാണം. എല്ലാവർക്കും ദാസിയമ്മ എന്ന് വിളിച്ച് ആദരിക്കുന്ന ഒരു സന്യാസിനിയുണ്ട്. അവർ ഭഗവാന്റെ ദാസിയാണ്. വില്വമംഗലം സ്വാമിയാർ രചിച്ച ഭക്തിരസപ്രധാനമായ ശ്രീകൃഷ്ണ കർണാമൃതം മനഃപ്പാടമാക്കി ദേശാടനത്തിനിറങ്ങിത്തിരിച്ച യോഗിനിയായ അമ്മ. തേജസ്വിയാർന്ന ഈ ദാസിയമ്മ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയിട്ടുണ്ട്. സമയവും സാഹചര്യവും ഒത്തിണങ്ങിയാൽ ചില ക്ഷേത്രങ്ങളിൽ അവർ കൂടുതൽ കാലം തങ്ങാറുണ്ട്. ജീവൻ നിലനിർത്താൻ മാത്രം ഭക്ഷണം കഴിച്ച് വ്രതാനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ച് കഴിഞ്ഞുകൂടുന്നു. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ ദാസിയമ്മ ഇഷ്ടപ്പെടുന്നില്ല. അവർ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. പൂക്കളിറുത്ത് മാല കെട്ടി വാരസ്യാരെ സഹായിക്കും. മുറ്റമടിച്ച് വൃത്തിയാക്കിയും പാത്രങ്ങളും വിളക്കുകളും തേച്ച് കഴുകി ചില സമയങ്ങളിൽ കഴകക്കാരിയായി മാറും. ഒഴിവു സമയത്തൊക്കെ ശ്രീകൃഷ്ണ കർണാമൃതം ഈണത്തിൽ പാടിക്കൊണ്ടിരിക്കും. അവരുടെ നാവിൻ തുമ്പിൽ നിന്ന് ശ്രീകൃഷ്ണ കർണാമൃതം ഒഴുകി വരുമ്പോൾ ആരും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. അത്രയേറെ മധുരമാണ് അവരുടെ സ്വരമാധുരി. കൊച്ചുകുട്ടികൾക്ക് ഭക്തി സാന്ദ്രമായ ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കും. ഉത്സവങ്ങൾക്കും മറ്റു വിശേഷ ദിവസങ്ങളിലും ഭക്തി പ്രഭാഷണങ്ങൾ നടത്തും. അങ്ങനെ പ്രായഭേദമന്യേ എല്ലാവർക്കും നല്ല ഇഷ്ടത്തോടെ കുറച്ച് ആദരവോടെ കഴിഞ്ഞുകൂടുകയാണ് ഈ യോഗിനിയമ്മ. തീർത്ഥാടന വേളയിൽ കുറച്ച് ദിവ്യത്വമൊക്കെയുള്ള ഈ ദാസിയമ്മയെക്കുറിച്ച് ശ്രീ വില്വമംഗലം സ്വാമിയാരും പുറത്തു കേട്ടിട്ടുണ്ട്. തന്നെപ്പോലെ നാടും വീടും ഉപേക്ഷിച്ച് ദേശാടനത്തിനിറങ്ങി തിരിച്ച് ഈ യോഗിനിയമ്മയെ ഒന്ന് കണ്ട് പരിചയപ്പെടണമെന്ന ആഗ്രഹം വില്വമംഗലം സ്വാമിയാർക്കും ഉണ്ടായിരുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ടെന്ന പോലെ ഇരുവർക്കും അതിനൊരു അവസരവും ഒത്തുവന്നു. ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്കായി തന്ത്രമുഖ്യൻ വില്വമംഗലം സ്വാമിയാരെ ക്ഷണിച്ചു വരുത്തി. ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഏകാദശിയും ദ്വാദശിയും ദശമിയും എല്ലാം ദാസിയമ്മ വിചാരിക്കും പോലെയാണ്. അപ്പോൾ നാളുകളെ പോലും തൻ്റെ വരുതിക്ക് നിർത്താൻ കഴിവുള്ള ദാസിയമ്മ പലർക്കും ഒരത്ഭുതമാണ്. തൻ്റെ ദിവ്യദൃഷ്ടിയിൽ തെളിയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തും പലരെയും അവർ സഹായിക്കുന്നുമുണ്ട്. ഭഗവാനെ ദർശിച്ച ശേഷം ദാസിയമ്മയോട് കുശലം ചോദിക്കാതെ ആരും ക്ഷേത്രം വിട്ടു പോവുകയില്ല.
അതാണ് പലരുടെയും പതിവ്. വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരാളുടെ നാവിൻ തുമ്പിൽ നിന്ന് അനർഗളമായി പ്രവഹിച്ച ഭക്തിഗാനാമൃതം പകർന്നെടുക്കാൻ ആദ്യമായി എഴുത്തോലയിൽ നാരായം ചലിപ്പിച്ച ദാസിയമ്മ ഇന്നിപ്പോൾ ഒഴിവു സമയങ്ങളിൽ ഭക്തിരസപ്രധാനമായ ധാരാളം കാവ്യങ്ങളും ലേഖനങ്ങളും എഴുതുന്നു. അടുത്ത പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിൽ ദാസിയമ്മയുടെ ഭക്തിപ്രഭാഷണം ഒഴിച്ചുകൂടാനാവാത്ത ഒരിനമായി മാറിക്കഴിഞ്ഞു. മനുഷ്യ മനസ്സുകളിൽ നന്മയുടെ പ്രകാശം പരത്തി മുക്തിപ്രദാനം ചെയ്യാൻ ദാസിയമ്മ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശ്രമം നടത്തുന്നു. ഈശ്വരനെ തള്ളിപ്പറഞ്ഞവരും ദാസിയമ്മയുടെ വഴിത്താരകളെ പുച്ഛത്തോടെ വീക്ഷിച്ചവരും ഇന്ന് കുറ്റബോധത്തോടെ അവരുടെ പാദങ്ങളെ പിന്തുടരുകയാണ്. അഭയം തേടിയെത്തിയവർക്കെല്ലാം ദാസിയമ്മയുടെ പർണശാലയിൽ ഇടം നൽകിയിരുന്നു. തള്ളിപ്പറഞ്ഞവർക്കും പുച്ഛിച്ചു തള്ളിയവർക്കും സൽബുദ്ധി കൊടുക്കാനാണ് അവർ ഈശ്വരനോട് പ്രാർത്ഥിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ കാലം അവരെ നേർവഴിക്ക് കൊണ്ടുവരുമെന്ന് ദാസിയമ്മയ്ക്ക് അറിയാമായിരുന്നു. ദാസിയമ്മയ്ക്ക് ആരും ഭേദമില്ല. അവർക്ക് എല്ലാം സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ നാരായണൻ മാത്രമായിരുന്നു. ഭഗവാൻ ഒഴിഞ്ഞുള്ള ഒരു നിമിഷം പോലും ആ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. തീവ്രമായ ഭഗവത് ചിന്ത കൊണ്ട് ഭക്തിയുടെ ലോകത്ത് അവർ തനിത്തങ്കമായി തീർന്നിരിക്കുകയാണ്. സാക്ഷാൽ വില്വമംഗലം സ്വാമിയാർ തന്നെ കാണാനായി വരുന്നതറിഞ്ഞ സന്തോഷത്തോടെ ദാസിയമ്മ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക ഒരു പൂജ തന്നെ ഒരുക്കിയിരുന്നു. ഈ ജീവിതത്തിലെ തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദേശാടനത്തിനിറങ്ങി തിരിച്ചതിൻ്റെ പരമപ്രധാന ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ദാസിയമ്മ. എന്നും ഭഗവാനായിരുന്നു അമ്മയ്ക്ക് കൂട്ട്. തീർത്ഥാടനത്തിനിടയിൽ ഈ ക്ഷേത്രത്തിൽ വന്നു ചേർന്നപ്പോൾ കൂട്ടിനായി ഉണ്ണിക്കുട്ടനെ കിട്ടി. അയൽപക്കത്തെ ജ്ഞാതി ഗൗരിയുടെ മകൻ ഉണ്ണിക്കുട്ടൻ. രാത്രിയിൽ പ്രായമായ ദാസിയമ്മയ്ക്ക് കൂട്ടുകിടക്കുന്നതും കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നതും ഉണ്ണിക്കുട്ടനാണ്. ചിലപ്പോഴൊക്കെ അടുക്കളയിലും കയറി സഹായിക്കും. നിലം കഴുകാനും തുടയ്ക്കാനും ദാസിയമ്മയോടൊപ്പം നിൽക്കും. എന്തു പണിയെടുക്കാനും ഉണ്ണിക്ക് മടിയില്ല. മാത്രമല്ല പ്രായത്തിൽ കവിഞ്ഞ പക്വതയും കാണിക്കും. എന്തെങ്കിലും കാര്യത്തിനായി ഉണ്ണിക്കുട്ടനെക്കുറിച്ച് വിചാരിക്കുമ്പോഴേക്കും പുഞ്ചിരിയോടെ ആള് മുമ്പിലെത്തും. ഉണ്ണിക്കുട്ടൻ്റെ ഓരോരോ കാര്യങ്ങൾ ഓർത്ത് പലപ്പോഴും ദാസിയമ്മയ്ക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരു കാര്യത്തിനും ദാസിയമ്മയെ ബുദ്ധിമുട്ടിക്കില്ല. ജ്ഞാതി ഗൗരിയുടെ മകനാണെങ്കിലും അമ്മയോടൊപ്പം ആകില്ല, എപ്പോഴും ദാസിയമ്മയോടൊത്തായിരിക്കും ഉണ്ണിക്കുട്ടനെ കാണുക. എന്നാൽ ഗൗരിക്കാകട്ടെ അതിൽ തെല്ലും പരാതിയില്ല. മകൻ എപ്പോഴും അമ്മയുടെ വിളിപ്പുറത്തുണ്ടായാൽ മതി. നിറപറയൻ നിലവിളക്കുമായി എതിരേൽക്കാനായി ചെന്ന ദാസിയമ്മയെ കണ്ട് വില്ലുമംഗലം സ്വാമിയാർ അത്ഭുതപ്പെട്ടു നിന്നു. ഒരു നിമിഷം സ്വാമിയാർക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. നിലവിളക്കിൻ്റെ പ്രകാശത്തിൽ കൺമുമ്പിൽ നിറചിരിയുമായി നിൽക്കുന്നത് ഒരു കാലത്ത് തൻ്റെ എല്ലാമായിരുന്ന ചിന്താമണിയല്ലേ? ഭഗവാനെക്കുറിച്ച് രചിച്ച ശ്രീകൃഷ്ണ കർണാമൃതം ഹൃദിസ്ഥമാക്കി പാടി നടക്കുന്ന ദാസിയമ്മ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് തൃക്കണാമതിലകത്ത് താൻ ഉപേക്ഷിച്ചു പോന്ന പയ്യാക്കൽ തറവാട്ടിലെ ആ അപൂർവ രത്നം ആയിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വില്ലുമംഗലം സ്വാമിയാർ നനച്ചിരുന്നില്ല. 10-60 വർഷക്കാലം മുമ്പ് വടക്കുംനാഥൻ്റെ മതിലകത്ത് വെച്ച് ചിന്താമണിയെ കണ്ടുമുട്ടുമ്പോൾ തനിക്ക് 18ഉം ചിന്താമണിക്ക് 24 വയസ്സുമാണ് പ്രായം. 5-6 വയസ്സിൻ്റെ മൂപ്പിളമ്മയുണ്ട്. എന്നാൽ അത് കണ്ടാൽ തോന്നിക്കില്ല. അപ്പോൾ അരയ്ക്കുമേൽ ഒതുങ്ങിയ ശരീരവും സർപ്പത്തിൻ്റേതുപോലെ ആകർഷകമായ കണ്ണുകളും നെറ്റിയിലെ ആ കറുത്ത കലയും ആരെയും കൊതിപ്പിക്കുന്ന രൂപലാവണ്യത്തിനുടമയായിരുന്നു ചിന്താമണി. ഇന്ന് നരച്ച തലയും ചുക്കിച്ചുളിഞ്ഞ വെളുത്ത ശരീരവും 10-60 വർഷക്കാലം പിന്നിട്ടപ്പോഴും ചിന്താമണിയുടെ മുഖ തേജസ് വർദ്ധിച്ചിട്ടേയുള്ളൂ. പുഴ നീന്തി കടന്നെത്തി ഒന്നായി ചേർന്ന രാത്രിയിൽ ചിന്താമണിയുടെ മടിയിൽ തലവെച്ച് ശാന്തമായി കിടക്കുമ്പോൾ സ്വാമിയാർ തൻ്റെ മോതിര വിരലിൽ കിടന്ന് പ്രകാശിച്ച വെള്ളക്കല്ല് വെച്ച മോതിരം ഊരിയെടുത്ത് പ്രിയതമയുടെ വിരലിൽ അണിയിച്ചു കൊടുത്തു. ഒരു കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ചിന്താമണിയുടെ വിരലിൽ കിടന്ന് പ്രകാശിച്ച ആ വെള്ളക്കൽ മോതിരം വില്ലുമംഗലത്തിൻ്റെ മനസ്സിനെ തൊട്ടുണർത്തി. അവരുടെ പവിത്രമായ ദാമ്പത്യത്തിൻ്റെ ചിഹ്നമായി വടക്കുംനാഥൻ്റെ തിരുസന്നിധിയിൽ വെച്ച് മഞ്ഞ ചരടിൽ കോർത്തുകെട്ടിയ ആലിലത്താലി ഇന്നും നിറം മങ്ങിയ ചരടിൽ കിടന്നു തിളങ്ങുന്നു. ഈ അത്യപൂർവ ദിവ്യദർശനത്തിൽ മനം തുടിച്ച് ഇരുവരും 1/2 നൂറ്റാണ്ടിലേറെ കാലം പിറകോട്ട് നടന്നു. ഒടുവിൽ കൈലാസനാഥൻ്റെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഭഗവാനെ, ഇതെന്തൊരു മായാവിലാസം! അപ്പോൾ സ്വാമിയാർ ചിന്താമണിയെ വിളിക്കുകയാണ് ചിന്താമണി എന്ന്. അപ്പോൾ തിരിച്ച് ചിന്താമണി ഇതുപോലെ സ്വാമി എന്നിങ്ങനെ വിളിക്കുകയാണ്. രണ്ടുപേരും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ആ ഒരു നല്ല മനോഹരമായ ഒരു നിമിഷമാണ് നമ്മൾ ഈ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ നിർത്തുകയാണ്. അടുത്ത അതിമനോഹരമായ ഭാഗം ഉടനെ എല്ലാവർക്കും കേൾക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.